സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ, മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യ വിതരണങ്ങൾ എന്നിവ പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആദ്യഘട്ടമെന്നോണം ആരംഭിക്കുന്നു. 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. കഴിഞ്ഞ ദിവസമായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ആദ്യഘട്ട വിതരണം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചത്. ക്ഷേമ പെൻഷൻ തുകയുടെ മെയ് മാസ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗുണഭോക്താക്കൾക്ക് വമ്പൻ സന്തോഷ വാർത്ത. ജൂൺ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരും. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, സർക്കാർ സഹായത്തോടുകൂടി വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കാണ് പെൻഷൻ തുകയിൽ വലിയൊരു വർധനവുണ്ടാകാൻ പോകുന്നത്. നിലവിലെ പെൻഷൻ തുകയായ 2000 രൂപയിൽ നിന്നും 2200 മുതൽ 2300 വരെയുള്ള പെൻഷൻ തുകയുടെ വർധനമാണ് പ്രതീക്ഷിക്കുന്നത്. ജൂൺ മാസം 5 വിതരണം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജൂൺ അവസാന വാരത്തോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരും. 26.67 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്കും 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കൈകളിലേക്കുമാണ് തുക എത്തിച്ചേരുക. ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നുള്ളത് UDF സർക്കാരിന്റെ നേരത്തെ തന്നെയുള്ള പ്രഖ്യാപനമായിരുന്നു. സർക്കാർ അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ആദ്യഘട്ടമെന്നോണം അംഗനവാടി വർക്കേഴ്സിനും ആശാപ്രവർത്തകർക്കുമുള്ള ആനുകൂല്യമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അടുത്തതായി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള വർധനമാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും വമ്പൻ സന്തോഷ വാർത്ത. നവംബർ മാസം മുതലായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഏപ്രിൽ മാസം വരെയുള്ള വിതരണമാണ് നേരത്തെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതം എത്തിച്ചേരുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി എത്തിയിരിക്കുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ വീട്ടമ്മ പെൻഷൻ എന്ന ഇനത്തിലേക്ക് മാറ്റി 3000 രൂപയുടെ വരെ വർധനവ് കൊണ്ടുവരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ അപേക്ഷ വയ്ക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള പ്രായപരിധിയിലും ഇളവ് വരുത്താൻ പോവുകയാണ്. ജൂൺ മാസം 5 അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിലാണ് സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാവുക. നിലവിലെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഒരു മുടക്കവും കൂടാതെ ആദ്യഘട്ടത്തിൽ തന്നെ തുക എത്തിച്ചേരും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, സ്ത്രീ സുരക്ഷാ പെൻഷനുകൾ എന്നിവയ്ക്ക് അപേക്ഷ വയ്ക്കാൻ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ചാകും അപേക്ഷയും തുക വിതരണവും ആരംഭിക്കുക. നിലവിൽ 2026 മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ 25 മുതൽ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിലെ പെൻഷൻ തുകയാണ് എത്തിച്ചേരാനുള്ളത്. തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് പരമാവധി 4000 രൂപ വരെയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക. ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 25% വരെ വർധന ഉണ്ടാകുമെന്ന് കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം എത്തിച്ചേരുന്നത് ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. കേരളത്തിന്റെ ധനസ്ഥിതി ഇപ്പോൾ മെച്ചമാണെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDFും പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ MLA കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളിലേക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ ഒരു മുടക്കവും കൂടാതെ എത്തിച്ചേരും. കേരളത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് തങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ടെന്നും അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ടെന്നും കേരളം അങ്ങേയറ്റം അധോഗതിയിലാണെന്ന വിമർശനം തീർത്തും അപ്രസക്തമാണെന്നും KN ബാലഗോപാൽ വ്യക്തമാക്കി. വർദ്ധിപ്പിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർശന പരിശോധനകൾ കൂടിയാണ് ആരംഭിക്കുന്നത്. ഇതിനിടയിൽ രാജ്യത്ത് ആദ്യമായി ഓരോ കുടുംബത്തിന്റെയും വരുമാനം കണ്ടെത്താൻ സർവേയുമായി കേന്ദ്ര സർക്കാരും രംഗത്തെത്തിയിരിക്കുകയാണ്. സ്ഥിതിവിവര പദ്ധതി നിർവഹണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ സാമ്പിൾ സർവേ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് ദേശീയ കുടുംബ വരുമാനം സർവേ നടത്തുന്നത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കോഴിക്കോട് റീജിയണൽ ഓഫീസുകൾക്ക് കീഴിലായി നഗര ഗ്രാമപ്രദേശങ്ങളെ 644 മേഖലകളായി തിരിച്ച് സാമ്പിൾ ശേഖരിക്കും. 2027 മാർച്ചോടുകൂടി വിവരശേഖരണം പൂർത്തിയാക്കും. വരുമാനത്തിന് പുറമെ തൊഴിൽ, വിദ്യാഭ്യാസം, മറ്റ് ചിലവുകൾ തുടങ്ങിയ വിവരങ്ങളും ശേഖരിക്കും. ഇതോടുകൂടി വിവിധ മേഖലകളിലേക്കുള്ള പദ്ധതി ആനുകൂല്യങ്ങൾ ഏറ്റവും അർഹതപ്പെട്ട വീടുകളിലേക്ക് മാത്രം എത്തിച്ചേർന്നു തുടങ്ങും. കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.